സകലമാന റെക്കോർഡുകളും വാരിക്കൂട്ടുകയാണ് ഈ കൊച്ചു ചിത്രം എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത്. തുടരുമെന്ന ചിത്രം മറികടന്നിരിക്കുന്നത് ലൂസിഫർ ഉണ്ടാക്കിയ ഏറ്റവും വലിയ ആഗോള കളക്ഷനെയാണ്. അതും വെറും 8 ദിവസം കൊണ്ട് തുടരുമെന്ന ചിത്രം മറികടന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോഴാണ് തുടരുമെന്ന ചിത്രത്തെ ഇത്രമാത്രം സ്വീകരിച്ച പ്രേക്ഷകരിലേക്ക് വീണ്ടും ആ ചിത്രത്തെ എത്തിക്കാൻ ആശീർവാദ് സിനിമാസ് മുൻകൈ എടുക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. സെക്കൻഡ് വീക്കിലേക്ക് എത്തുമ്പോഴും ചിത്രം മലയാളത്തിൽ കൂടുതൽ സ്ക്രീനുകളിലേക്ക് വരികയാണ്. 475 സ്ക്രീനുകൾ ഇപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കുകയാണ് തുടരും എന്ന ചിത്രം എന്ന് പറഞ്ഞുകൊണ്ട് ആശീർവാദ് സിനിമാസ് കഴിഞ്ഞ ദിവസം തന്നെ തിയേറ്റർ ലിസ്റ്റ് പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇത് ട്രാക്കർമാർ എടുത്തു പറയുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബിസിനസിനെ കുറിച്ച് തന്നെയാണ്. ബെസ്റ്റ് ഇൻ ദ ബിസിനസ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ പോസ്റ്റുകൾ റീഷെയർ ചെയ്യുകയും ഉണ്ടായി. മികച്ച ഹോൾഡാണ് കേരളത്തിൽ തുടരുമെന്ന ചിത്രം ഇൻഡസ്ട്രി ലീഡേഴ്സ് കൊടുക്കുന്നത് എന്ന് പറയുകയാണ് അവർ. അപ്പോഴാണ് ബോക്സ് ഓഫീസിൽ നിന്നും കണക്കുകൾ വരുന്നത്. 8 ദിവസം കൊണ്ട് 130.75 കോടി മറികടന്നു എന്നത്. ലൂസിഫറിന്റെ ഏറ്റവും വലിയ കളക്ഷനെയാണ് തുടരും 8 ദിവസം കൊണ്ട് മറികടന്നത് എന്നതാണ് ആ രസകരമായ കാര്യം. 160 കോടിയിലേക്ക് മാർച്ച് ചെയ്യുകയാണ് തുടരുമെന്ന ചിത്രമെന്നാണ് ട്രാക്കർമാർ പറയുന്നത്. ഓൾ ടൈം ബ്ലോക്ക് ബാസ്റ്റർ എന്ന സ്റ്റേറ്റസ് തുടരുമെന്ന ചിത്രവും സ്വന്തമാക്കി കഴിഞ്ഞു. കേരളത്തിൽ നിന്നും 52.35 കോടിയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 12.60 കോടിയും ഓവർസീസിൽ നിന്നും 65.80 കോടി നേടിയാണ് 130.75 കോടി തുടരുമെന്ന ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോഴും മോഹൻലാൽ എന്ന താരത്തെ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് ചില ഗംഭീര റിസൾട്ടുകളാണ്. ആ റിസൾട്ടാണ് എമ്പുരാനിലും തുടരും എന്ന ചിത്രത്തിലും ഒക്കെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആവനാഴിയിൽ, അതായത് മോഹൻലാലിനെ വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നവരുടെ ആവനാഴിയിൽ ഗംഭീര ചില പ്രോജക്റ്റുകളുണ്ട്. അത് ഏറ്റവും എടുത്തു പറയേണ്ടത് ആശീർവാദ് സിനിമാസിനെ തന്നെയാണ്. ആശീർവാദിന്റെ ആവനാഴിയിൽ ഷുവർ ഷോട്ട് ഹിറ്റടിക്കുന്ന ചില പ്രോജക്റ്റുകളുണ്ട്. അതിലൊന്നായിരുന്നു ലൂസിഫറിന്റെ 2ാം ഭാഗമായ എമ്പുരാൻ. ഇപ്പോഴിതാ അതിലും ഡോസ് കൂടി ഐറ്റങ്ങൾ അവരുടെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മുന്നിലേക്ക് ഓടി വരുന്നത് ദൃശ്യത്തിന്റെ 3ാം ഭാഗം തന്നെയാണ്. എന്നാൽ ഇത് മാത്രമല്ല, വേറെ പലതും അവരുടെ കയ്യിലുണ്ട് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. അതിന്റെ അപ്ഡേറ്റ് പറയുന്നതിന് മുമ്പേ മോഹൻലാലിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഇപ്പോൾ ഇൻഡസ്ട്രിയിലെ എല്ലാവരും മനസ്സിലാക്കുകയാണ്. എമ്പുരാൻ റിലീസ് ചെയ്തതിന് ശേഷമുള്ള ദിവസങ്ങളിൽ സൽമാൻ ഖാൻ, അജിത് കുമാർ, അക്ഷയ് കുമാർ, വിക്രം, സണ്ണി ഡിയോൾ എന്നിവരുടെ വൻ സിനിമകൾ റിലീസ് ചെയ്തിരുന്നു. എന്നാൽ അവയെല്ലാം അവസാന കണക്കിൽ എമ്പുരാന് താഴെയാണ്. ഒരു മാസത്തിനുള്ളിൽ തുടരുമെന്ന ചിത്രത്തിലൂടെ മോഹൻലാൽ അതേ ചരിത്രം സൃഷ്ടിച്ചു. അജയ് ദേവ്ഗൺ, സൂര്യ, നാനി എന്നിവരുടെ കരിയറിലെ ഏറ്റവും വലിയ സിനിമകൾ ബോക്സ് ഓഫീസിൽ തുടരും സിനിമയ്ക്ക് താഴെയാകും. ദക്ഷിണേന്ത്യൻ സൂപ്പർ താരങ്ങൾക്ക് 10 മില്യൺ വിദേശ കളക്ഷൻ ഇപ്പോഴും വലിയ കടമ്പയാണ്. അജിത് കുമാർ, മഹേഷ് ബാബു, പവൻ കല്യാൺ, ചിരഞ്ജീവി, സൂര്യ ഇതുവരെ ഈ ഫിഗർ കരിയറിൽ നേടിയിട്ടില്ല എന്നതാണ്. രാജമൗലി സിനിമയ്ക്കും പുഷ്പ 2-നും പുറമെ NTR, രാംചരൺ, അല്ലു അർജുൻ എന്നിവരും ഇതേ സ്കോർ നേടിയിട്ടില്ല എന്നോർക്കണം. രജനീകാന്തിന്റെ അവസാനമായി പുറത്തിറങ്ങിയ 5 ചിത്രങ്ങളിൽ ജയിലർ മാത്രമാണ് ഈ ഫിഗർ ഓവർസീസിൽ നേടിയത്. അക്ഷയ് കുമാറിന്റെ മുഴുവൻ കരിയറിലും വിദേശത്ത് 10 മില്യൺ നേടിയ ഒരേ ഒരു ചിത്രം മാത്രമേ ഉള്ളൂ. അജയ് ദേവ്ഗന്റെ ഒന്നുപോലും നേടിയിട്ടില്ല. പരമ്പരാഗത ഓവർസീസ് മാർക്കറ്റിൽ ആ നേട്ടം കൈവരിക്കാൻ അമീർ ഖാന്റെ അവസാന 2 സിനിമകൾക്കും കഴിഞ്ഞിട്ടില്ല. കോവിഡിന് ശേഷമുള്ള റിലീസുകളിൽ സൽമാൻ ഖാന്റെ ടൈഗർ 3 മാത്രമാണ് ഈ നേട്ടം കൈവരിച്ച ഏക ചിത്രം. പിന്നെ 2 മാസത്തിനുള്ളിൽ വിദേശത്ത് 10 മില്യൺ നേടിയ ഒരു മനുഷ്യനുണ്ട്. അയാളുടെ പേര് മോഹൻലാൽ എന്നാണ്. അതും വിദേശത്ത് 6 ദശലക്ഷം പ്രവാസികൾ മാത്രം സംസാരിക്കുന്ന പ്രാദേശിക ഭാഷാ സിനിമകളുണ്ട്. കഴിഞ്ഞ 40 ദിവസങ്ങൾ കൊണ്ട് 1 ദശലക്ഷം മലയാളികൾ മാത്രം താമസിക്കുന്ന UAEയിൽ അദ്ദേഹത്തിന്റെ 2 സിനിമകൾ കൊണ്ട് 8.5 ലക്ഷം ടിക്കറ്റുകൾ വിറ്റു. കോവിഡിന് ശേഷം കഴിഞ്ഞ 4 വർഷത്തിനിടെ തിയേറ്റർ റിലീസായ സിനിമകളിൽ ഭേദപ്പെട്ട അഭിപ്രായം വന്നത് ഒരൊറ്റ സിനിമ. പ്രതീക്ഷയോടെ വന്ന് പൊട്ടിപ്പൊളിഞ്ഞതും അഭിനയ മികവ് അടക്കം കൈമോശം വന്നതുമായ സിനിമകൾ അനവധി. മലയാള സിനിമ സുവർണ കാലത്തിലൂടെ കടന്നു പോകുന്ന സമയം വരെ മോശം അഭിപ്രായമുള്ള സിനിമകൾ മാത്രം. 2 മാസം മുമ്പ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് 65-കാരനായ ഒരു വെറ്ററൻ സൂപ്പർ സ്റ്റാറിന് വെറും 2 മാസങ്ങൾക്കിപ്പുറം ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇനിയെങ്കിലും മനസ്സിലാക്കുക, മോഹൻലാലിനും അയാളുടെ ജനപ്രീതിക്കും സ്വാധീനത്തിനും ഇവിടെ ചെയ്യാൻ കഴിയുന്നത് നിങ്ങളുടെയൊക്കെ ഊഹങ്ങൾക്കും ചിന്തകൾക്കും അപ്പുറമാണ്. വേണ്ട വിധം ഹോംവർക്കോടെ വരുന്ന നല്ല ഇൻപുട്ട് കിട്ടുന്ന ഒരു മോഹൻലാൽ സിനിമ നിങ്ങൾക്ക് ഒരിക്കലും മലയാളം ഇൻഡസ്ട്രിയിലെ മറ്റൊരു താരത്തിന്റെ സിനിമയുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല. ബോക്സ് ഓഫീസിൽ രാജാവിനേക്കാളും ദൈവത്തെക്കാൾ കുറവെന്ന നിലയിലും അവർ യഥാർത്ഥ എമ്പുരാനാണ്. ഒരേ ഒരു മോഹൻലാൽ എന്ന് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകന്റെ വാക്കുകൾ ഈ സമയത്ത് അന്വർത്ഥമാകുകയാണ്. മുബി PK പറഞ്ഞ ഈ വാക്കുകൾ സത്യം പറഞ്ഞാൽ മോഹൻലാലിനെ ഇനി എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന ചില വാക്കുകളാണ്. അങ്ങനെയുള്ള ചിന്തകളിലേക്കാണ് മോഹൻലാലിന്റെ അടുത്ത സിനിമകളുടെ പണിപ്പുരയിലുള്ള ആൾക്കാർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഇതിന്റെ ഒരു സൂചന നമ്മൾ നേരത്തെ തന്നിരുന്നു. ദൃശ്യം 3 എന്ന സിനിമ ഒരു വലിയ സിനിമയായി പ്രൊജക്ട് ചെയ്യാൻ പോകുന്ന രീതിയിലേക്ക് അവരുടെ ടീമുകൾ ഒരുങ്ങുകയാണ് എന്ന രീതിയിൽ ദൃശ്യം 3 പല ഭാഷകളിലേക്ക് ഒരുമിച്ച് റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്ന ഒരു പാൻ ഇന്ത്യൻ ചിത്രമാക്കി മാറ്റുന്നു. കാരണം ദൃശ്യം 3 അത്രയ്ക്ക് വേൾഡ് വൈഡ് സ്വീകാര്യതയുള്ള ഒരു ചിത്രമാണ്. അപ്പോൾ അതിനെ അങ്ങനെ ഇറക്കിയാൽ അത് മോളിവുഡിന് തന്നെയല്ലേ പ്രയോജനം ഉണ്ടാകുന്നത്. എന്നാൽ ദൃശ്യം മാത്രമല്ല, ഇവരുടെ ആവനാഴിയിൽ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവം കൂടി ഉണ്ട് എന്നുകൂടി പറയുകയാണ്. അത് വേറൊന്നുമല്ല, പുലിമുരുകനാണ്. ഈ പുലിമുരുകന് വേണമെങ്കിൽ ഒരു 2ാം ഭാഗം ഉണ്ടാക്കാം. ആ 2ാം ഭാഗത്തിന്റെ ചർച്ചയാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത് എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയ റിപ്പോർട്ടുകൾ.
രണ്ടാം ഭാഗത്തെക്കുറിച്ച് നേരത്തെ തന്നെ പല സൂചനകളും വന്നിരുന്നു. എന്നാൽ ഇതൊക്കെ റൂമറുകൾ എന്ന രീതിയിലാണ്. എന്നാൽ ഇപ്പോൾ വരുന്ന ചർച്ച ഇതിന്റെ ടീം അംഗങ്ങൾ തിരുവനന്തപുരത്ത് ഹൊറൈസണിൽ കണ്ടുമുട്ടി എന്നതാണ്. പുലിമുരുകൻ 2 ചർച്ചകളുടെ അവസാന ഘട്ടത്തിലാണ് ഇവരെന്നാണ് റിപ്പോർട്ടുകൾ. 2028 ചിത്രീകരണം നടത്തി റിലീസ് ചെയ്യാനുള്ള പദ്ധതി ഇട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകളും. പുലിമുരുകന്റെ പിന്നിലെ ടീം തിരുവനന്തപുരത്ത് ഹൊറൈസണിൽ മീറ്റ് ചെയ്തെന്നും പറയപ്പെടുന്നു. വൈശാഖും ന്യൂ റൈറ്റേഴ്സും ചിത്രത്തിലെ പങ്കാളികളാകുന്നുണ്ട്. ആശീർവാദ് സിനിമാസും മുളകുപാടം ഫിലിംസും സംയുക്തമായി ഇത് നിർമ്മിക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. എല്ലാ തലമുറകളിലും ഉപരി ഈ ചിത്രത്തിന് വലിയൊരു ആരാധക വൃന്ദമുണ്ട്. അതാണ് രണ്ടാം ഭാഗത്തിന്റെ ആസൂത്രണത്തിന് പിന്നിലെന്നാണ് പറയുന്നത്. ഈ സെക്കൻഡ് പാർട്ട് ഉണ്ടാകാനുള്ള കാരണവും ഇതൊക്കെ തന്നെയാണ്. പുലിമുരുകൻ 2നെ കുറിച്ച് പലപ്പോഴായി പല ന്യൂസുകളും വരാറുണ്ട്. കാരണം ഇങ്ങനെ ഒരു സിനിമ മോഹൻലാലിൽ നിന്നും വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ഓരോ മലയാളികൾക്കും അറിയാം. തുടരുമെന്ന ചിത്രത്തിലും സംഭവിച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല, മോഹൻലാലിനെ അവർക്ക് എങ്ങനെ കാണാനാണോ ആഗ്രഹം അതുപോലെ കിട്ടിയപ്പോൾ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ചു. അങ്ങനെ ഇരുകൈ നീട്ടി സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള ചില പ്രോജക്റ്റുകളിൽ ഒന്നാണ് ദൃശ്യത്തിന്റെ അടുത്ത പാർട്ടും. പുലിമുരുകൻ പോലൊരു സിനിമയുടെ അടുത്ത പാർട്ട് ഇറങ്ങിയാൽ അതും. പിന്നെ ലൂസിഫർ പോലുള്ള സിനിമകളുടെ പാർട്ടുകളും കുറച്ച് ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് വിശ്വസിക്കാവുന്ന സിനിമകളാണ്. അങ്ങനെ ചില വജ്രായുധങ്ങൾ മോഹൻലാലിനെ വെച്ചൊരുക്കാൻ പോകുന്ന ടീം അംഗങ്ങളുടെ കയ്യിൽ ഉണ്ട്. അത് എടുത്ത് പ്രയോഗിക്കാൻ ഒരുങ്ങിയാണ് ഇവരൊക്കെ.